ഇത്ത ഇത്ത കാരണം ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? വേറൊന്നും കൊണ്ടല്ല, ഇന്ന് നമ്മുടെ ഉമ്മ പറയായിരുന്നു, നമ്മൾ കാരണം ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് പ്രതികാരം ചെയ്യാൻ എന്തായാലും വരുമെന്ന്. നീ ഒന്ന് വെറുപ്പിക്കാണ്ട് കിടന്ന് ഉറങ്ങു ഷാനു. പിന്നെ ആത്മാവ്. ഓ, അതിനിപ്പോ ചൂടാവുന്ന എന്തിനാ? ഞാൻ ചുമ്മാ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. വിജയണ്ണന് കൂടി എടാ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ ഉണ്ണി മരിച്ചിട്ട് നാളത്തേക്ക് 1 വർഷം ആവുക. നീ ഒന്നും മിണ്ടായിരുന്ന മനു. നീ ഇപ്പം എന്തിനാ അതൊക്കെ പറയണേ? ചുമ്മാ മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട്. നാളെ അവൻ്റെ ബർത്ത്ഡേ കൂടെ അല്ലായിരുന്നോടാ. എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയൊരു വ്യക്തിയായിരുന്നടാ അവൻ. ശരിക്കും ഹി വാസ് എ ജീനിയസ്. കണ്ട വാട്ടർ അമ്മക്ക മടാന്നടിക്കാൻ അവനൊരു പ്രത്യേക കഴിവായിരുന്നു. സത്യം. പറ. ഞാനൊക്കെ എന്ന് സെലിബ്രേഷൻ കോളേജ് കഴിച്ചിട്ടുണ്ടോ? അടിപൊളി. എടാ മനു, നീ അടുക്കളയിൽ ചെന്നാലും ഏറ്റെടുത്തോ. പിന്നെ അടുക്കളയിൽ പോകാനുള്ള ആംബർ എനിക്കുണ്ടായിരുന്നു. ഞാൻ പുറത്തുപോയി വാള് വെച്ചേനെ. എടാ, ഞാൻ കടലാന്ന് വിചാരിച്ച് വണ്ടിനെടുത്ത് തിന്നടാ. വണ്ട് വിഴുങ്ങിയൊക്കെ ആ ലൈറ്റ് ഇട്ടടാ. ആരാ ഓഫീസാ? ഞാൻ കത്തിക്കാൻ. ഞാൻ എങ്ങോട്ടാ ഓർമ്മ? എന്തിനാ ഓടിയാ? എടാ ഉണ്ണി, എടാ ഉണ്ണിയുടെ പ്രേതന്ന്. പ്രേത? ഈ കപ്പാസിറ്റി ഇല്ലാത്തവനും മറ്റേ ചുമ്മാ ഡ്രൈ അടിക്കാൻ പോരുത്. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കുള്ളൂ. തോന്നിയതല്ലടാ മനു. ഞാൻ പറഞ്ഞില്ല. നിങ്ങളൊക്കെ എന്തിനാണ് പേടിച്ചിരിക്കണേ? എടാ, 1 വർഷം മുമ്പ് നിന്റെ അടക്കും സഞ്ചയനം കൂടിയവരാ ഞങ്ങള്. അപ്പൊ പിന്നെ ഞങ്ങൾ പേടിക്കാതിരിക്കുവോ? ഞാൻ നിങ്ങളുടെ പഴയ ഉണ്ണി തന്നെയാ. എല്ലാവരും ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നാ. വേറൊന്നുമില്ല. ഇവിടെ ആരൊക്കെ എന്നെ ഓർത്തിരിക്കണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. പിന്നെ ഷാലേനെ ഒന്ന് കാണണം. എന്തായാലും ഞാനിപ്പോൾ പോവാ. രാവിലെ കാണാം. പോയാ അവനെന്തേ? എടാ എടാ എന്നത്? എന്നാലും എൻ്റെ ആളെ ഇത് വിശ്വസിക്കാൻ കുറച്ച് പാടാട്ടോ. പിന്നെ അല്ലാതെ വിശ്വസിക്കാതിരിക്കാനായിട്ട് ഒന്നുമില്ലടാ. വേണ്ടപ്പെട്ടവരെ കാണാനായിട്ട് എല്ലാ വർഷവും ഇങ്ങനെ ഓരോരുത്തർ വരാറുണ്ട്. കൊള്ളാല്ലേ? ആ, ഫ്ലെക്സ് ഒക്കെ ഉണ്ടല്ലോ. എന്താ നോക്കിക്കണേ? അല്ലടാ ഫ്ലെക്സേ, എല്ലാവരും ഇപ്പം എന്നെ ഓർത്തിരിക്കണമെന്ന് അറിഞ്ഞപ്പോൾ ഒരു സങ്കടം. ഏത്? ഈ ഫ്ലെക്സോ? അല്ലടാ, പന്ത് രോഗോ? അല്ല, ഒന്നുമില്ല. നിനക്കെന്നാ പറ്റിയേ? നീ അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? അല്ലടാ, ഈ അനുസ്മരണ യോഗമൊക്കെ എപ്പോഴാ? അനുസ്മരണ? ആ, എന്തിന്റെ?
ഡാ ഞാൻ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷമായില്ലേ അതിന്റെ പിന്നെ നീ മരിച്ച ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ശനിയും ഞായറും കൂട്ടി 3 ദിവസം അവധി കിട്ടിയെന്ന് പറഞ്ഞ ടീംസാ ഇവിടെ. അപ്പോളാ എടാ സൈൻ കിട്ടിയാ? ആ കോപ്പ് കിട്ടി. അളി ഉണ്ണി, ആ നിന്നിപ്പോ ഞങ്ങൾക്ക് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. ആ അപ്പൊ നീ വിചാരിച്ചാൽ ഞങ്ങളെ കൂടി ഇൻവിസിബിൾ ആക്കാൻ പറ്റില്ലേ? എടാ ഈ അമാനുഷിക ശക്തിയുള്ള പ്രേതങ്ങളൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും റിയാലിറ്റിയിൽ അങ്ങനെയൊന്നുമില്ല. ചേടാ ഈ അദൃശ്യനായിരുന്നെങ്കിൽ കുറച്ച് കുളിസിയും കാണായിരുന്നു. എന്റെ മനു നിനക്ക് നാണം ഉണ്ടാ കോഴി. അദൃശ്യനല്ലേ? അളി ഉണ്ണി അവിടെ എങ്ങനെയാ നല്ല ചരക്ക് യക്ഷിമാരൊക്കെ ഉണ്ടാ? സാരി ബ്ലൗസ് അത് വേറെ ഡ്രസ്സാണ്. എടാ ജോഷി സാർ ആ ഞാൻ പറഞ്ഞോളാം. സാറേ സാറേ നമ്മുടെ ഉണ്ണി മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായല്ലോ. അപ്പോൾ അവന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പം നമ്മുടെ ഈ ഇവിടെ ഒരു ചെറിയ പാർക്ക് ഒരെണ്ണം സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർക്കും അതൊരു ഉപകാരമാവും. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ. എന്റെ റോണി അവനിവിടെ പഠിച്ചപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ. ഇനി അവന്റെ പേരിൽ പാർക്ക് ഉണ്ടാക്കിയിട്ട് വേണം ഇവിടെയുള്ള പിള്ളേർ വഴി തെറ്റാൻ. അതൊന്നും വേണ്ട വേണ്ട. ഏയ് അത് ശരിയാവില്ല. വേറെ പണിയില്ലേ. പിന്നെ പോർക്കിന്റെ പേരിലാണ് പാർക്ക്. പയ്യെ തുടച്ചു കളഞ്ഞാലേ. വാ. We have 8 joints. This is joint number 1, joint number 2, joint number 3, joint number 4, then joint number 5. പുള്ളിയാണ്. Yes. Oh, മൂവർ സംഘം ഇന്നും താമസിച്ചാണല്ലോ. വന്നാലും ഇയാൾ തന്നെയല്ലേ? ഒരു കാര്യം ചെയ്യേ, 3 പേര് ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. Okay, now we'll continue. This is joint number 6, 7 and 8. Here you can see 4 columns and 4 beams. This is column number 1, column number 2, column number 3 and column number 4. For this structure, 4 columns and 4 beams you can see. This is support 1, support 2, support 3 and support 4. If you are going to the next again 4 joints are there. Altogether 8 joints you can see in this small structure. This is an example for 3-dimensional coordinate system. This coordinate system is called global coordinate system. Also there. എടാ മനു മുത്തേ എടാ നീ ചുമ്മാ തമാശ കളിക്കരുത്. റെഡി കിടന്നുണ്ടാക്കണം. മാറി കിടപ്പോളും താനെ. സാറേ സാറിനല്ല. Get out. ഉണ്ണി ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ? മരിച്ചാലും മറക്കാൻ പറ്റില്ലടാ. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഇതിനൊരു തീരുമാനം. കാലായി ഞാൻ പുറകിടക്കണു. ഞാൻ ചാടുന്ന് പറഞ്ഞാൽ ഞാൻ ചാടും. നീയൊക്കെ പോടാ. എടാ നിനക്കൊക്കെ അറിയാൻ പാടില്ലേ എത്ര നാളായിടാ ഞാനിവിടെ പുറകിടക്കണേ. ശാല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ നീ എന്നെ ഇഷ്ടം തരണം, അല്ലെങ്കിൽ ഞാൻ ചാടും. ശാല ഞാൻ ചാടും. നീയൊക്കെ പോടാ. ഇപ്പൊ വീണാ തമാശ നമ്മുടെ ജീവന്റെ കാര്യ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നീ ഒന്നും പറയണ്ടാ. ഞാൻ ചാവെന്ന് പറഞ്ഞാ ഞാൻ ചാവും. അങ്ങനെ എനിക്ക് വേണ്ടി ചാവാണെങ്കിൽ ചാവ്. കഴിഞ്ഞില്ല പോലെ ഡയലോഗ് കഴിഞ്ഞില്ല. ജന്മാന്തരങ്ങൾക്ക് അപ്പുറം വെറുതെ എന്റെ പുറത്ത് വലിഞ്ഞും കയറി. അമ്മേ ആ ജന്മാന്തരങ്ങൾ ആദ്യം പറഞ്ഞ ചെയ്യാനെ ചീറ്റിപ്പോയി. ചാടി ചാവണായിരുന്നു. നാണാവൂലടാ നാര് നിനക്ക് അവളുടെ പട്ടിയെ പോലെ നടക്കണം. എന്റെ അമ്മയുടെ മുളന്നല്ലോ. നാറി നെഞ്ചത്ത് രോമം മൊത്തം പൊച്ചെടുത്തു. ചോദിച്ചു പുറവും തല്ലായിരുന്നു മതിയായിരുന്നു. ഇല്ല നോക്കള്ള. എന്താണോ? ആഹാ സൂപ്പർ ലൈബ്രറി. അളിയാ ഏ ഇന്ന് ഇതിനൊരു അവസാനം വേണം. ചത്താ പച്ച നീ കയറി പറഞ്ഞിട്ടോ. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് കയറുന്ന സ്ഥല സൂക്ഷിക്കണം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. പരിചയമില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ടാവും. പതറരുത്. ഷോയൊക്കെ ഗംഭീരം. ചാടാൻ പോയവരാവായിരുന്ന മതിയായിരുന്നു. ഇവിടെ ഇത്ര സെറ്റപ്പ് ഉണ്ടായിരുന്ന കൊള്ളാല.
ശാല ശാല ഞാൻ പറയണെന്ന് കേൾക്ക് നീ. ഇന്നെൻ്റെ ബർത്ത്ഡേയാ. എനിക്ക് നീ ഗിഫ്റ്റായിട്ടൊന്നും തരണ്ട. എന്നെ ഇഷ്ടമാണെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി ശാല, പ്ലീസ്. ഉണ്ണി നിന്നോട് 1000 വട്ടം പറഞ്ഞു ഈ കോളേജിൽ പ്രണയിച്ച് നടക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. മാത്രല്ല നീ ഒരു നമ്പൂതിരിയാ. എന്റെ പപ്പ എന്തായാലും സമ്മതിക്കില്ല. അറിഞ്ഞാ എന്നെ കൊന്നുകളയും. എൻ്റെ ഷഹല ഈ ജാതി മതമൊക്കെ എന്നെ ഉണ്ടായേ. ദേ നിനക്ക് വേണ്ടി മതം മാറാൻ വരാൻ ഞാൻ തയ്യാറാ. പിന്നെ എൻ്റെ അച്ഛനെ അമ്മനും ഞാൻ നോക്കണമൊന്നുമില്ല. അവരെ കൊണ്ട് എനിക്ക് വലിയ ഉപകാരമില്ല. നീ പറ. മതി ഉണ്ണി, നിർത്ത്, എന്നെ വിട്ടേരെ. പിന്നെ നിനക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നീ ഒരു 3-4 കൊല്ലമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി വീട്ടിൽ വന്ന് ആലോചിക്കുക. വാപ്പാക്ക് സമ്മതാണെങ്കിൽ എനിക്കും സമ്മതം. അത് ഈ 3-4 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ഇപ്പൊ ഒരു എസ് പറഞ്ഞാലെന്താ? പ്ലീസ് ഷഹല. നിനക്കത് പറഞ്ഞ മനസ്സിലാവാത്തെ? ദൈവം ഇത് പൊളിക്കോ? ഷഹല ദേ നിന്റെ പേരെടുത്ത്. ഈ വർഷത്തെ മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പരിചയമില്ലാത്ത സ്ഥലമാ, കേറണ്ടെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? അളിയാ ചവത്തെ കുത്തല്ലടാ. ആത്മാവാണെങ്കിലും കുത്തൊക്കെ കൊള്ളുന്നുണ്ട്. അവളൊന്ന് സെറ്റായി വന്നായിരുന്നു, അപ്പോഴാ പടായത് ഒരു ഉണക്ക ട്രോഫി. അളിയാ ഉണ്ണി, നീ നിന്റെ അമാനുഷിക ശക്തി ഒന്നും ഉപയോഗിക്കണ്ട. ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താടാ? നിനക്ക് അവന്മാരെ അറിയാലോ. ആ എനിക്ക് അവന്മാരെ ശരിക്കും തല്ലണം. നീ ജസ്റ്റ് അവന്മാരെ കയ്യിൽ നിന്ന് പുറകോട്ട് വലിക്കോ, ഒന്ന് ഇക്കിളിയാക്കോ, എന്തിനും ചെയ്താൽ മതി. അത് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. നമ്മൾ പണ്ടേ അവന്മാരെ നോട്ടോട്ട് വെച്ചല്ലേ അല്ലേ? ആ വാടാ. എന്നാ പിന്നെ വാട വന്നേ. ഒറ്റത്തന്തയ്ക്ക് ഉറങ്ങാനാണെങ്കിൽ ഇപ്പൊ തല്ലി തോപ്പിക്കടാ. നിനക്കെന്നാടാ തിന്നിട്ട് എല്ലാടെ കുത്തുണ്ടോ? ഉണ്ണി വാടാ തുടങ്ങാം. ഉണ്ണി 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 എന്താ കമ്പിയിൽ കെട്ടിയിട്ടേക്കണോ? പിന്നെ ഞങ്ങളങ്ങോട്ട് എടീ നഖം പോയി കഴിഞ്ഞാൽ പിന്നെ വരുമായിരിക്കൂലേ? ഇല്ലടാ, പോയതൊന്നും ഇനി വരില്ല. ചോരയൊക്കെ ഉണ്ടല്ലോ. ഓ ഇപ്പോഴാടാ ഈ ഡ്രാക്കുളയോടൊക്കെ ഒരു ബഹുമാനം തോന്നുന്നത്. നീ ഏത് പൂഞ്ഞാറ്റിന്ന് വന്ന പ്രേതോടാ നാറി? ഡാ അത് പെട്ടെന്ന് ഷഹലേനെ കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയിടാ. സ്വാഭാവികം. അതുകൊണ്ടാ. പക്ഷെ അവന്മാരുടെ ഇടയ്ക്ക് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ലേട്ടാ. ഓ നിനക്ക് പോകാൻ സമയമില്ല ഉണ്ണി. നിന്നെ പോലല്ലേ. പോണം. പോണതിന് മുമ്പ് എനിക്ക് ഷഹലേനെ ഒന്ന് കാണണം. അവളുടെ ഓർമ്മയിൽ എന്തായാലും ഞാനുണ്ടാവും. ഒരുപക്ഷെ ഞാൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സെറ്റാവില്ലായിരുന്നോടാ. ചിലപ്പോൾ കഴിഞ്ഞൊരു കൊല്ലം എന്നെ ഓർത്ത് അവൾക്ക് സമാധാനം പോലും കിട്ടിയിട്ടുണ്ടാവില്ലടാ. പിന്നെ ആ ദേശാലോന് വിട പറഞ്ഞു മിഴി നിറഞ്ഞു പോകും നേരം അന്ന് ചിരി തരാതെ നോക്കിയ നിൻ മിഴികൾ മൗനം. കാലമിതൊഴുകും ഒരു നദി പോലെ ഞാനതിലലിയും ഒരു തുള്ളി ഇന്നും എല്ലാരും തല്ലുകൊണ്ടല്ലേ? ചെറുതായിട്ട്. റോണി, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടിപൊളി. ഞാനിപ്പോ അങ്ങ് വരാം. എന്നാ വാ. എടാ മനു,
ഇവളെന്തിനാണ് ഇവനെ വിളിച്ചോണ്ട് പോണേ? അതൊന്നും പറയാതിരിക്കുന്ന ഭേദം. നീ മരിച്ച ഒരു 4 ദിവസത്തേക്ക് അവളെ നല്ല ശോകമായിരുന്നു. ആ ഗ്യാപ്പിൽ കയറിയാലും ഗോളടിച്ചു. പിന്നെ 2 ആഴ്ചക്കുള്ളിൽ അവർ സെറ്റായി. എടാ ഇവളല്ലടാ പറഞ്ഞ കോളേജിൽ പ്രണയിച്ച് നടക്കൂല, അന്യജാതിക്കാരെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ. എന്നിട്ടിപ്പോ ഒന്നുമില്ലെങ്കിൽ ഒരു പെണ്ണലളിയാ, വികാരം വിചാരമൊക്കെ ഉണ്ടാവില്ലേ? റോണി, ഇന്നലെ എനിക്ക് ഉണ്ണി എൻ്റെ അടുത്ത് വന്ന പോലെ തോന്നിയതല്ല. ഓൻ വന്ന് ഒന്നുമില്ലും ഞാൻ കാരണല്ലേ. തോന്നിയതാന്ന് പറഞ്ഞേക്കടാ, വെറുതെ ഇനി അവളെ പേടിപ്പിക്കണ്ട. റോണി, നീ ഇതെങ്ങോട്ട് നോക്കിക്ക? അതൊന്നുമില്ല. പിന്നെ നീ ആദ്യം പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ തോന്നിയതായിരിക്കും. അത് വിട്. നാളെ നീ ഒരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞില്ലേ, അതിപ്പോ വേണ്ട. എനിക്കൊരു മൂടില്ല. പിന്നെ പോ. എന്നാ ശരി, അവരവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ വൈകിട്ട് വിളിക്കാം. അളിയ റോണി, എനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടാ ഷാലയുടെ കാര്യത്തിൽ. എന്തായാലും പുറത്തുനിന്ന് ഒരുത്തം കൊണ്ടുപോയില്ല. എൻ്റെ കൂടെ ഒരു ഇക്കേ വന്നിട്ടുണ്ട്. അപ്പം ശരി, ബൈ. എല്ലാരും കണ്ടോ? എന്നാ പോയാലോ? സമയമായി. പോവാക്കാ, ഇനിയിപ്പോൾ ആരും കാണാനൊന്നുമില്ല. അല്ല, ഏതായാലും വന്നാലേ വീട്ടിലും കൂടി ഒന്ന് കയറിയിട്ട് പോവാം. വലിയ കാര്യമൊന്നുമില്ല. എന്നാ ബാ. മോൻ പോയേച്ചുവാ. ഞാൻ ഇനി ഇവിടെ കയറിയിട്ട് ഇവിടുത്തെ ശുദ്ധം പോകണ്ട. മരിച്ച് മണ്ണടിഞ്ഞവർക്ക് എന്ത് ജാതി മതൊക്കെ ഇക്കവാ. പോയേച്ചു വാ മോനെ. അച്ഛാ, അമ്മേ, അച്ഛാ, അമ്മേ. അമ്മേ, അവരോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ലക്ക. നീ എന്തിനാ മോനെ അവരോട് സംസാരിക്കണേ? നിന്റെ കൂട്ടുകാരെയും പുറ കടന്ന പെണ്ണിനെയൊക്കെ നീ കണ്ടില്ലേ? എന്നിട്ട് വയറ് നിറച്ച് കിട്ടിയില്ലേ? അവർക്ക് ആർക്കെങ്കിലും നിന്നെ വേണോ? വേണ്ടല്ലോ. മോനെ, മരിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാനും കണ്ണീര് കുടിക്കാനും സ്വന്തം തന്തയും തള്ളയും മാത്രം ഉണ്ടാവും. എനിക്കുമുണ്ട് പൊരയും മക്കളും ഒക്കെ. ഇന്ന് ഞാനവരെ കണ്ണ് നിറച്ചു കണ്ടു. അപ്പോൾ ഉണ്ടായൊരു സുഖമുണ്ടല്ലോ. ജീവിതം എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒന്ന് മരിക്കണം.